പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള നഗരസഭാ സ്റ്റേഡിയത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ സ്കൂളിലെത്തി പരിശോധന നടത്തി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ സ്ഥലപരിശോധനയും വിവരശേഖരണവും നടത്തി. ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് നീരജ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് സ്ഥലപരിശോധന നടത്തിയത്. വടകര ബേസിക് ട്രെയിനിംഗ് സ്കൂളിന്റെ പേരിലുള്ള രേഖയിൽപ്പെടുന്നതാണ് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും തൊട്ടടുത്ത സ്റ്റേഡിയവും നഞ്ചയായി കിടക്കുന്ന സ്ഥലവും ജില്ലാ വിദ്യാഭ്യാസ പരിശീലനം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും. ഈ സ്ഥലങ്ങളെല്ലാം കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സർവേ സംഘം അളന്ന് തിട്ടപ്പെടുത്തി. കെട്ടിട നിർമ്മാണത്തിന് മറ്റും സ്ഥലമുണ്ടെന്നിരിക്കെ നഗരസഭാ സ്റ്റേഡിയത്തിൽ തന്നെ കെട്ടിട നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നതിനെതിരെയാണ് കായിക പ്രേമികളും നാട്ടുകാരും സമരരംഗത്തിറങ്ങിയത്. സ്കൂൾ ഗ്രൗണ്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. കാരണം കാലത്തും വൈകുന്നേരവുമായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് നാട്ടുകാർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും അവിടെ ബിൽഡിംഗ് എടുക്കുന്നതിന് ഞങ്ങളെതിരല്ല. ബിൽഡിംഗ് എടുക്കാനുള്ള സൗകര്യം ഈ കോമ്പൗണ്ടിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഏതോ തരത്തിലുള്ളൊരു വാശിയാണ് ഈ ഗ്രൗണ്ടിൽ തന്നെ ബിൽഡിംഗ് എടുക്കണമെന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ ഒരിക്കലും ഈ വികസനത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്ങിനോ എടുക്കുന്നതിനെതിരല്ല. കാരണം ഇവിടെ ഭൗതിക സാഹചര്യം ഉണ്ടാവണം. ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന, നന്നായി എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂളിൻ്റെ പേരിലാണ്. പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിൽ ഒരു തുണ്ട് ഭൂമി പോലില്ല. ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡയറ്റ്, ഈ ഡയറ്റിൻ്റെ പേരിലാണ് ഇന്നത്തെ ഇതിൻ്റെ എല്ലാ കൈവശ രേഖകളും ഇതിൻ്റെ ആധാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലാണുള്ളത്. ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി കയ്യിൽ ഒരു രേഖകളും പോലില്ല. ഈ ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂൾ 82 HSI ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂൾ ഹൈസ്കൂളായി, മോഡൽ ഹൈസ്കൂളായി. അതുപോലെ തന്നെ 99 HSS ഹയർ സെക്കൻഡറി ആയി 99. നിങ്ങളിപ്പോൾ കണ്ടില്ല, നിങ്ങൾ മീഡിയാസും അതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടുത്തെ ബാത്റൂം എത്ര ബാത്റൂം ഉണ്ട് ഇവിടെ? ഈ ബാത്റൂം സ്മെല്ല് കാരണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതിനൊക്കെ എന്ത് സംവിധാനമുണ്ട്? ഇങ്ങനെയാണോ ബാത്റൂം വേണ്ടത്? ചുറ്റുമുതൽ ഇങ്ങനെയാണോ വേണ്ടത്? ഇതാരാണ് ചെയ്യേണ്ടത്? PTA കമ്മിറ്റിയാണ്. ഞങ്ങളൊക്കെ ഇവിടെ 9 കൊല്ലം PTA കമ്മിറ്റിയിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അതൊന്നും ഈ ബുദ്ധിമുട്ട് പ്രയാസങ്ങളില്ല. ഞങ്ങൾ 2019-20 കാലഘട്ടത്തിലാണ് കിഫ്ബിന്ന് ഫണ്ട് പാസ്സായത്. കിഫ്ബിന്ന് ഫണ്ട് പാസ് അന്നത്തെ PTA കമ്മിറ്റി കൊടുത്ത പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം സംരക്ഷിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന് പുറത്താണ് ഊരാളുങ്കൽ സൊസൈറ്റി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് കളക്ടർക്ക് സമർപ്പിച്ചു. കളക്ടർ വന്ന ഒരു മഴക്കാലത്ത് പറയുന്നത്, ഈ മഴക്കാലത്ത് രാജ്യം വെള്ളക്കെട്ട് ആയതുകൊണ്ട് ഈ സ്ഥലം നഞ്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം കളക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ ഒരു രേഖ ഒന്നും അല്ലെങ്കിൽ ഒരു ഓർഡർ ഒന്നും കളക്ടർ കൊടുത്തിട്ടില്ല. പിന്നീട് വന്ന PTA കമ്മിറ്റി ഈ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് ഈ ഗ്രൗണ്ടിന്റെ തനതായ സ്ഥലത്ത് ബിൽഡിങ്ങുമായിട്ട് ഈ കെട്ടിട നിർമ്മാണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരത്തിൽ നാട്ടുകാരും കായിക പ്രേമികളും ഒക്കെ ഈ സ്കൂളിന്റെ ആളുകളെ സമീപിക്കും. നിങ്ങൾ ഒരു തരത്തിലും ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ബിൽഡിംഗ് എടുക്കാൻ പാടില്ല എന്ന് ശക്തമായി ഞങ്ങൾ പറയുന്നുണ്ടായി. എല്ലാ രാഷ്ട്രീയക്കാരും കത്ത് കൊടുത്തു. അതിന് ശേഷമാണ് ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിന് സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ കെട്ടിടം വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിന് നീളം എന്ന് പറഞ്ഞാൽ 130 മീറ്റർ നീളമാണ് ഗ്രൗണ്ടിന്റെ. ഇതിന് വീതി എന്ന് പറഞ്ഞാൽ 70 മീറ്ററാണ്. ഒരു 7 സ്ക്വയർ എടുക്കണമെന്നുണ്ടെങ്കിൽ 40 മീറ്റർ വീതിയും 70 മീറ്റർ നീളമാണ് ഒരു 7 സ്ക്വയറിന്റെ നീളം. ഒരു വോളിബോൾ കോർട്ട് നീളം 9-9. പക്ഷെ 9-9 ഒരു കോർട്ട് നീളം, 18-9 2 കോർട്ടിന്റെ നീളം ഇൻറ്റ് വീതി. പക്ഷെ ആ 18-9 അത് മാത്രം മതിയല്ല. കാരണം അതിന്റെ പവലിയ വേണം, കുട്ടികൾക്ക് ഒരു ഇരുന്ന് കളി കാണാനുള്ള ഒരു സൗകര്യം വേണം, അല്ലെങ്കിൽ നിന്ന് കളി കാണാനുള്ള ഒരു സൗകര്യം വേണം. ഒരു 35 മീറ്റർ ചുറ്റളവുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വോളിബോൾ കോർട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഒരു 100 മീറ്റർ വീതി, അതുപോലെ തന്നെ ഒരു 60 മീറ്റർ 100 മീറ്റർ നീളവും ഒരു 60 മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു 7 സ്ക്വയർ നമുക്ക് സാധിക്കുള്ളൂ. ഇവിടെ കൊടുത്തത് അശാസ്ത്രീയമായിട്ടൊരു പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഗ്രൗണ്ടിന്റെ ബിൽഡിങ്ങും അതുപോലെ തന്നെ 100 മീറ്റർ ട്രാക്ക്, 200 മീറ്റർ ട്രാക്ക്, അതുപോലെ ഇതിന്റെ 200ന്റെ ഉള്ളിൽ ഒരു 7 സ്ക്വയർ. സാധാരണ ഒരു 100 മീറ്റർ ട്രാക്കും 200 മീറ്റർ ട്രാക്കും മിനിമം 6 ട്രാക്ക് ഉണ്ടാവും. മിനിമം 6. സാധാരണ എന്താ വെച്ചാൽ നമ്മൾ നാഷണൽ ലെവലിൽ വെച്ചാൽ 9 ട്രാക്കാണ്. ഇതിൽ എത്രയാണുള്ളത് നോക്കിയാൽ? ഇതിൽ 5 ട്രാക്കാണ്. 100 മീറ്റർ ട്രാക്ക് എന്ന് പറയുമ്പോൾ 5 ലൈനാണുള്ളത്. 200 മീറ്റർ 5 ലൈനാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് 7 സ്ക്വയറിന്റെ കോർണർ എന്ന് പറയുന്നത് 200 മീറ്റർ ട്രാക്കിനോട് ചേർന്നിട്ടാണുള്ളത്. ഇതിനൊരു പവിലിയൻ വേണ്ടേ?
കുട്ടികളെ കളി കാണാനുള്ള ഒരു സൗകര്യം വേണ്ടേ? എങ്ങനെയാണ് ഇതിന് അശാസ്ത്രീയം എന്ന് പറയുന്നത്? ബിൽഡിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു തരത്തിലുള്ള ഈ ഒരു കോർട്ടോ അല്ലെങ്കിൽ 200 മീറ്റർ ട്രാക്കോ അല്ലെങ്കിൽ 100 മീറ്റർ ട്രാക്കോ അതിന് ഒരു 7 ഫുട്ബോൾ കോർട്ടോ എടുക്കാൻ സാധിക്കില്ല. ഇതിനാണ് തെളിവ്. 7 കാര്യങ്ങൾ നിരീക്ഷിക്കാനാണ് കോടതി കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് കമ്മീഷൻ അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. 2 വർഷത്തോളമായി കെട്ടിട നിർമ്മാണ പ്രവൃത്തി കോടതി തടഞ്ഞിരിക്കുകയാണ്. അന്തിമ വിധി വന്നാൽ മാത്രമേ പ്രവൃത്തി ആരംഭിക്കാവൂ എന്ന് കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. സ്കൂളിന്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ കെട്ടിടം പണിയുന്നതെന്നും ഗ്രൗണ്ടിന് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിലാണ് പ്ലാൻ അപ്രൂവ് ചെയ്തിരിക്കുന്നതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. സ്കൂളിലെ കുട്ടികൾക്ക് ഏകദേശം 1200ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ 64 മൂത്രപ്പുരകൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് 5-10 മൂത്രപ്പുരകൾ മാത്രമേ ഉള്ളൂ. ആവശ്യമായ ക്ലാസ് മുറികളില്ല. അതേപോലെ തന്നെ ലാബ് സൗകര്യങ്ങളില്ല. കുട്ടികൾക്ക് ലൈബ്രറി ഇല്ല. കുട്ടികളുടെ അസംബ്ലി ചേരാനുള്ള സൗകര്യങ്ങളില്ല. ഇങ്ങനെ എല്ലാ വിധത്തിലും വളരെ പരിമിതമായ ഒരു സൗകര്യത്തിലാണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച അക്കാദമിക നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണിത്. ഈ സ്കൂളിന് വേണ്ടി ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഈ പരിസരത്തുള്ള കുറച്ചു പേർ ചേർന്ന് ചില നിശ്ചിത താല്പര്യക്കാർ ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ആ കേസിൻ്റെ ഭാഗമായുള്ള ഒരു ജുഡീഷ്യൽ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ജുഡീഷ്യൽ കമ്മീഷനിൽ യാതൊരുവിധ ഇടപെടലും നടത്താൻ പാടില്ലാത്തതാണ്. എങ്കിൽ പോലും സ്കൂളിൻ്റെ പരിമിതമായ ഈ പ്രയാസങ്ങൾ കമ്മീഷൻ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കെട്ടിടം നിർമ്മിക്കുന്നത് കൊണ്ട് ഗ്രൗണ്ടിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാത്ത വിധത്തിലാണ് ഈ കെട്ടിടം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യക്കാർ പറയുന്നത് അപ്പുറത്ത് ഡയറ്റിൻ്റെ കോമ്പൗണ്ടിലുള്ള സ്ഥലം ചൂണ്ടിക്കാണിച്ചാണ് അവർ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഡയറ്റിൽ നിലവിൽ 15 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിനുള്ള സ്ഥല സൗകര്യം മാത്രമേ ഡയറ്റിലുള്ളൂ. സ്കൂളിൻ്റെ കൈവശത്തിലാണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ വരെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങാനിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് അവർ പറയുന്നത് ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരു ഭൂമിയാണ്. അത് നമ്മൾ പരിശോധിക്കുകയും ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിലവിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നഞ്ച ഭൂമിയാണ്. അതിന് ഞങ്ങൾ അവിടെ ആദ്യം ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുത്തത് അവിടെയാണ്. പക്ഷെ അത് യാതൊരു കാരണവശാലും അവിടെ നികത്തി കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് അനുമതി ലഭ്യമാകില്ല എന്ന് രേഖാമൂലം RDO നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ശ്രീ സാംബശിവറാവു ഉൾപ്പെടെയുള്ളവർ ഈ സ്കൂൾ സന്ദർശിച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നമുക്ക് തന്നിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നത് കൊണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വിധത്തിൽ ഗ്രൗണ്ടിന് ഇപ്പം നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികളും നടക്കാവുന്ന വിധത്തിലാണ് ഈ കെട്ടിടം പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രയാസം മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികളും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരൊക്കെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇപ്പം ഇവർ പറയുന്നത് ULCC വർക്ക് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കിഫ്ബി റീടെൻഡർ വെച്ചിട്ടുണ്ട്. റീടെൻഡർ വെച്ചപ്പോൾ നിലവിലുള്ള എമൗണ്ട് വർദ്ധിപ്പിക്കാതെ 3,90,00,000 രൂപ തന്നെയാണ് ഇപ്പോഴും അതിന് അനുവദിച്ചിട്ടുള്ളത്. അതിൽ നിലവിൽ 3 നില കെട്ടിടം ഉണ്ടായിരുന്നത് ഈ 3,90,00,000 രൂപയ്ക്ക് ഈ കേസ് കൊടുത്തതുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് നമ്മുടെ റേറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട് 2024 മുതൽ. അതുകൊണ്ട് ഈ 3,90,00,000 രൂപയ്ക്ക് നിലവിൽ ഉണ്ടായിരുന്ന 3 നില കെട്ടിടം ഇപ്പം 2 നില കെട്ടിടമായി മാറാൻ പോവുകയാണ്. ഈ കേസ് കൊടുത്തതുകൊണ്ട് 1 നില കെട്ടിടത്തിൽ വർക്ക് ചെയ്യേണ്ട പ്രവൃത്തി കൊണ്ടുചെയ്യേണ്ട ക്ലാസ് മുറികളുടെ നഷ്ടം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണ് അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത്. ഒരു കാരണവശാലും ഈ വിദ്യാലയത്തിലെ പഠനത്തിന് വേണ്ടി പ്രവേശനം നേടിയ വന്നുള്ള മുഴുവൻ കുട്ടികൾക്കും എന്താണോ ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ അവകാശം നിയമം അവകാശപ്പെടുന്നത് അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇവിടുത്തെ സ്കൂൾ അതോറിറ്റിക്കും PTA-ക്കുമാണ്. നിലവിലുള്ള സൗകര്യം അതിന് അപര്യാപ്തമായതുകൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം ആവശ്യമാണെന്ന് ബന്ധപ്പെട്ട ആളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാം. എല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. കുട്ടികളുടെ കാരണം ഈ നാട്ടുകാരുടെ കുട്ടികൾ മാത്രമല്ല പുറത്തു നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഈ പ്രദേശവാസികൾക്ക് കൂടിയാണ്. ആ പ്രദേശത്തിന് നാട്ടിനെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇതിന് ഈ കേസ് കൊടുത്ത ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. നാട്ടിൽ എന്ത് വികസനം വരുന്നുണ്ടെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ള ചിലരുടെ
താല്പര്യമായി കാണുന്നുണ്ട്. അത് ഒരു കാരണവശാലും ഇവിടുത്തെ നാട്ടുകാർ സമ്മതിക്കില്ല. ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു അൺസൈസ് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ മുഴുവൻ ഭാഗവും ഉപയോഗിക്കുന്നില്ല. നിലവിൽ ആ കെട്ടിടം വന്നു കഴിഞ്ഞാലും 100 മീറ്റർ ട്രാക്കും 200 മീറ്റർ ട്രാക്കും വോളിബോൾ കോർട്ടും സെവൻസ് കളിക്കാനുള്ള സൗകര്യമൊക്കെ ആ ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്ലാൻ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. നിലവിലിപ്പം വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര താലൂക്കിൽ ഒരു സ്ഥലത്തും 400 മീറ്റർ ട്രാക്ക് കിട്ടുന്ന ഒരു ഗ്രൗണ്ടില്ല. വടകര നഗരസഭയ്ക്ക് കീഴിലുള്ള നാരായണ ഗ്രൗണ്ട് പോലും 400 മീറ്റർ ട്രാക്ക് ഇപ്പം നിലവിൽ ലഭ്യമല്ല. അപ്പം 200 മീറ്റർ ട്രാക്ക് നമുക്കിവിടെ ലഭ്യമാണ്. ഈ ബിൽഡിംഗ് വന്നാൽ 200 മീറ്റർ ട്രാക്ക് ലഭ്യമാണ്. 2 ഏക്കർ 68 സെൻറ്റ് സ്ഥലമാണ് ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടുള്ളത്. അതിൽ 18.15 സെൻറ്റ് സ്ഥലം മാത്രമാണ് ബിൽഡിങ്ങിന് വേണ്ടി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 2.5 ഏക്കർ ഗ്രൗണ്ടിന് വേണ്ടി ഈ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നടക്കുന്ന മടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് 2 ഏക്കറിൽ താഴെയേ ഉള്ളൂ. ഇവിടെ 2.5 ഏക്കർ ഗ്രൗണ്ട് ഈ ബിൽഡിംഗ് വന്നു കഴിഞ്ഞാലും 2.5 ഏക്കർ ഗ്രൗണ്ടായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.